അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തായിഫിൽ മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ പേരിൽ രണ്ട് പള്ളിയുണ്ട്. ഒന്ന് തായിഫിൻ്റെ സെൻട്രൽ ഭാഗത്ത് അവരുടെ മഖ്ബറയൊക്കെയുള്ള മഖ്ബറയോട് ചേർന്നുള്ള വലിയൊരു പള്ളിയുണ്ട്. അതാണ് എല്ലാവരും പോയി സന്ദർശിക്കുക മറ്റോ ചെയ്യുന്ന മസ്ജിദ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു എന്ന് പറയുന്ന പള്ളി. എന്നാൽ തായിഫിൽ മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ പേരിൽ മറ്റൊരു പള്ളിയും കൂടിയുണ്ട്. ഒരു ചെറിയ മലഞ്ചെരുവിലായിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പുരാതനമായ പള്ളി. അപ്പോൾ ആ പള്ളിയാണ് ഇന്ന് നമ്മൾ കാണാം. ഇപ്പം എൻ്റെ മുമ്പിൽ കാണുന്ന ഈ ഒരു പള്ളിയാണത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയപ്പെടുന്നത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇപ്പോൾ അവരുടെ ഖബറുള്ള ആ ഒരു പള്ളിയുടെ അടുത്തേക്ക് താമസം മാറ്റുന്നതിന് മുമ്പ് മുൻകാലത്ത് നിസ്കരിച്ചിരുന്ന സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പള്ളിയുടെ പേരും ഇത് തന്നെയാണ്, മസ്ജിദ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖദീം, പഴയ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പള്ളി എന്നാണ് ഇത് അറിയപ്പെടുക. ഏകദേശം ഹിജ്റ 592 ഏകദേശം 850 വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ്. മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് എല്ലാവർക്കും പരിചയമുണ്ടാവുന്നത് കരുതുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്. പക്ഷേ ഒരു പ്രത്യേകത ഉള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുമ്പോൾ വെറും 13 വയസ്സ് പ്രായമെന്നും 10 വയസ്സ് പ്രായമെന്നും 15 വയസ്സ് വ്യത്യാസ അഭിപ്രായമുണ്ട്. എങ്കിലും പ്രബലമായി പറയാറുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് വെറും 13 വയസ്സ് പ്രായമായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വളരെ തുച്ഛമായ ദിവസങ്ങൾ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഹ് മക്കയുടെ സമയത്ത് അതുവരെ അവർ കുട്ടിക്കാലം മൊത്തം മക്കയിലും റസൂലുള്ളാഹി മദീനയിലൊക്കെ ആയിരുന്നു. റസൂലുള്ളാഹിൻ്റെ കൂടെ വളരെ തുച്ഛമായ ദിവസങ്ങളാണ് അവർ ചെലവഴിച്ചത് എന്നുണ്ടെങ്കിലും ഏതൊരു സഹാബിയോടും കിടപിടിക്കുന്ന എൽമ്, അതായത് റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിന് ശേഷം പിന്നെ സഹാബത്ത് പോലും എൽമ് ചോദിച്ച് വരാറുണ്ടായിരുന്നത് ഇത്രയും ചെറിയ കുട്ടിയായിരിക്കും റസൂലുള്ളാഹി വഫാത്തായിട്ടുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ അടുത്തായിരുന്നു. അത്രയും ഉന്നതരായിട്ടുള്ള ആലിമായ ഒരു തർജുമാനുൽ ഖുർആൻ എന്നൊരു സ്ഥാനപ്പേരുണ്ടായിരുന്നു. സയ്യിദു ഉലമാ തഫ്സീർ മുഫസ്സിരീങ്ങളുടെ നേതാവ് എന്നും ഒരുപാട് പ്രത്യേകത ഉണ്ടായിരുന്നു. ബഹർ അല്ലെങ്കിൽ ഹെബർ എന്നൊക്കെ പല, അതായത് അവരുടെ എൽമിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് അത്രയും ഉന്നതമായ എൽമുണ്ടായിരുന്ന ആളായിരുന്നു മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. എങ്ങനെയാണ് അവർ ഇത്രയും സഹാബത്ത് പോലും കൊതിക്കുന്ന രീതിയിൽ എൽമുണ്ടായത് എന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും അവർക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നു എന്നാണ്. ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അവരുടെ ഉമ്മയായ ഉമ്മുൽ ഫദ്ൽ റളിയല്ലാഹു അൻഹ, അവരുടെ സഹോദരിയായിരുന്ന മൈമൂന ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഈ മൈമൂന ബീവിൻ്റെ കെയർ ഓഫിൽ പലപ്പോഴും എന്ത് ചെയ്യും, ഈ കുട്ടിയായിരുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ പോയി താമസിക്കും. അപ്പോൾ ഒരിക്കലത്തെ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി എണീറ്റ് നിസ്കരിക്കാൻ ബാത്റൂമിൽ പോയി തിരിച്ചു വരുമ്പോൾ സാധാരണ കാണാത്ത രീതിയിൽ ഒതു എടുക്കാനുള്ള വെള്ളം അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആലോചിച്ചിട്ട് പാതിരാത്രി ആരപ്പോൾ എനിക്ക് ഒതു എടുക്കാനുള്ള വെള്ളം കൊണ്ടുവച്ച്, അപ്പോൾ ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് ഒതു ചെയ്യേണ്ടി വരുമല്ലോ വിചാരിച്ചിട്ട് വെള്ളം അവിടെ തയ്യാറാക്കി വെച്ചു എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, അല്ലാഹുമ്മ അല്ലിമുൽ ഹിക്മ, ഹിക്മത്തിനെ കൊടുക്കണമെന്ന് ദുആ ചെയ്തു എന്നാണ് ഒരു റിവായത്ത് പറയാറുള്ളത്. അതേപോലെ ഒരിക്കൽ രാത്രി നിസ്കാരത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വന്നപ്പോൾ എന്ത് ചെയ്തു, കുട്ടിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ പിന്നിൽ പോയി തുടർന്നു എന്നാണ്. അപ്പോൾ ഈ കുട്ടി തുടരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, അവനെ പതുക്കെ വലിച്ചിട്ട് എന്ത് ചെയ്തു, റസൂലുള്ളാഹിൻ്റെ വലത് ഭാഗത്ത് നേരെ നിർത്തിയെന്നാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വീണ്ടും പിന്നിലേക്ക് പോയി, വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിക്കും, അങ്ങനെ പിന്നിലേക്ക് പോയി എന്നാണ്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ചോദിച്ചു, ഞാൻ നിന്നെ എൻ്റെ ഒപ്പം നിർത്തിയിട്ട് നീ എന്താ എൻ്റെ കൂടെ നിസ്കരിക്കാതെ ബാക്കിലേക്ക് പോയത്? അപ്പോൾ അവർ പറഞ്ഞോട്ടെ, യാ റസൂലല്ലാഹ്, അങ്ങ് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ റസൂലാണ്, ഞാൻ നിങ്ങളെ കൂടെ നിന്നാൽ ശരിയാവില്ല, അല്ലെങ്കിൽ നിങ്ങളെ അതേതിൽ നിൽക്കാൻ എനിക്ക് എന്തൊരു അവകാശമില്ല. അപ്പോൾ ഇത്രയും ചെറിയ കുട്ടിയായിട്ട് പോലും ആ ഒരു ബുദ്ധിയും ആ ഒരു ബഹുമാനം കണ്ടിട്ട് അള്ളാഹും റസൂലുള്ളാഹി അവർക്ക് വേണ്ടി ദുആ ചെയ്തു, അല്ലാഹുമ്മ അല്ലിമുൽ കിതാബ്, നീ അവർക്ക് ഖുർആനെ പഠിപ്പിച്ചു, ഫഖീഹു ഫിദ്ദീൻ, അള്ളാഹു നീ എന്നെ ഫഖീഹ് ആക്കണം, അല്ലെങ്കിൽ ഫിഖഹിൽ അവഗാഹം കൊടുക്കണേ എന്നൊക്കെ ദുആ ചെയ്തു. ഈ ഒരു കാരണം കൊണ്ടാണ് അത്ര മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പിന്നീട് ഉന്നതനായ ആലിമായി മാറിയത് എന്നാണ്. അതുപോലെ തന്നെ എനിക്ക് ഇത്രയും ഇൽമ് കിട്ടാനുള്ള ഒരു കാരണം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറ്റൊന്നും പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് അവർ പറയണം, എനിക്ക് 13 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉന്നതരായിട്ടുള്ള സഹാബത്തും റസൂലുള്ളാഹിൻ്റെ കൂടെ വർഷങ്ങളോളം നിന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലുള്ള സഹാബത്തൊക്കെ കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ അൻസാരി ആയിട്ടുള്ള എൻ്റെ ഒരു കൂട്ടുകാരനെ അല്ലെങ്കിൽ ഒരു അൻസാരി ആയിട്ടുള്ള ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, അപ്പോൾ നമുക്ക് സഹാബത്തിൻ്റെ അടുത്തൊക്കെ പോയിട്ട് അവരുടെ അടുത്തുള്ള ഇൽമൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് വാങ്ങി വെക്കാം, നമുക്കതൊക്കെ കേട്ട് മനസ്സിലാക്കി പഠിക്കാം, അപ്പോൾ നീയും വന്നു. അപ്പോൾ ആ ഒരു അൻസാരി ആ സഹാബിക്ക് അതൊരു വലിയൊരു ഇത് തോന്നിയില്ല. കാരണം അവരൊക്കെ ഹയാത്തുണ്ട്, പിന്നെ ഇപ്പോൾ നമ്മളെന്തിനാ അവരുടെ നിന്ന് ഇൽമു പഠിക്കുന്നത്, അവരൊക്കെ നമ്മളെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ, എന്തെങ്കിലും ആവശ്യമായി ചോദിച്ചാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ അവരത് ഗൗരവത്തിലെടുത്തില്ലാന്ന്. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത് വല്ലാണ്ട് ഗൗരവത്തിലെടുക്കുകയും ഓരോ സഹാബിയെയും പോയി കാണുകയും മനസ്സിലാക്കുകയും ചോദിക്കുകയും പഠിക്കുകയും ചെയ്തു. അതിൽ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെയ്തിരുന്ന ഒരു ഐഡിയ ഉണ്ട് എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനൊരു ഐഡിയ എടുക്കുമായിരുന്നു. എന്താണ്, ഞാൻ ഏതെങ്കിലും ഒരു സഹാബിൻ്റെ അടുത്തൊരു ഇൽമുണ്ട്, ഒരു ഹദീസ് ഉണ്ട് എന്ന് കേട്ടാൽ ഞാൻ എന്ത് ചെയ്യും, രാവിലെ എണീറ്റ് ആ സഹാബിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ പോയിരിക്കും. അവിടെ ഇങ്ങനെ ചെറിയൊരു വിരിപ്പ് വിരിച്ചിട്ട് ആ വീടിൻ്റെ മുമ്പിലായിട്ട് ആ റോട്ടിൽ സൈഡിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, കുറേ നേരം ഇരിക്കും. ഈ സഹാബി വീട്ടിലായിരിക്കും, അവരറിയില്ല ഞാൻ വന്നത്. അപ്പോൾ ഞാനവിടെ ഇങ്ങനെ പുറത്തിരിക്കുമ്പോൾ കാറ്റും മണ്ണൊക്കെ അടിച്ചിട്ട് എൻ്റെ മുഖത്തും താടിയിലും അല്ലെങ്കിൽ മുടിയിലൊക്കെ എന്ത് ചെയ്യും, പൊടിയും കാറ്റൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും എത്തിയിട്ടുണ്ടാവും. കാരണം റോഡ് സൈഡ് അല്ലെങ്കിൽ വഴിയിൻ്റെ അരികിലല്ലേ. അപ്പോൾ ഞാനവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ സഹാബി എന്ത് ചെയ്യും, അവൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് എന്നെ കാണും. അപ്പോൾ അവർക്ക് അത്ഭുതം തോന്നും, എന്തെങ്കിലും അങ്ങ് ഇവിടെ ഇരിക്കുന്നു ചോദിക്കുന്നോട്, അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ചോദിക്കും. കാരണം എന്താണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എളാപ്പാൻ്റെ കുട്ടിയാണ്, അഹ്ലു ബൈത്ത്
ബൈത്താണ്. അപ്പോൾ ഈ സഹാബി ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ നിങ്ങളുടെ അടുത്തൊരു ഇൽമുണ്ട്, ഒരു ഹദീസ് നിങ്ങൾ പറയാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടി. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വരും? നിങ്ങളൊരാളെ വിട്ടിരുന്നത്, ഞാൻ അങ്ങോട്ട് വരൂലേ? ഞാൻ അങ്ങോട്ട് വരേണ്ട ആളല്ലേ? നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അളാപ്പാൻ്റെ കുട്ടിയല്ലേ? അതായത് അവർ ബഹുമാനിച്ചിരുന്നു അഹ്ലു ബൈത്തല്ലേ? അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയും, ഇൽമ് നിങ്ങളുടെ അടുത്തുള്ള, ഞാൻ താലിബാണ്, ഞാനാണ് നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ടത് എന്ന് പറയുകയും, അപ്പോൾ ആ സഹാബിക്കും അല്ലാത്ത സങ്കടം തോന്നും. അതായത് അഹ്ലു ബൈത്ത് തൊട്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഒരു എളാപ്പാൻ്റെ കുട്ടി എൻ്റെ വീട്ടിന് മുമ്പ് ഇരിക്കുക, അപ്പോൾ ആ ഇൽമ് പൂർണ്ണമായിട്ട് എനിക്ക് പറഞ്ഞു തരും എന്നാണ്. അങ്ങനെ ഓരോരുത്തരുടെ അടുത്തു നിന്നും തന്ത്രപരമായിട്ട് എല്ലാ ഇൽമുകളും മനസ്സിലാക്കിയെടുത്ത ഒരാളാണ് ഞാനെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുമായിരുന്നു. അങ്ങനെയാണ് അത്ര. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം, അത്രയും ആലിമായതിൻ്റെ ശേഷം ഒരുപാട് ആളുകൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ കാണാൻ വരുന്നത് കണ്ടിട്ട് ആ മുമ്പ് പറഞ്ഞ അൻസാരിയായ ആ ഒരു സഹാബി പറയായിരുന്നു, ഇത്ര എന്നെക്കാട്ടിലും ബുദ്ധിയുണ്ട്. കാരണം അന്ന് എന്നോടും പറഞ്ഞതിന് കൂടെ വരാൻ, ഞാനത് ഗൗരവത്തിലെടുത്ത ആളെ കണ്ടില്ല. ഇപ്പോൾ ആൾക്കാർ അത്രയും ആളുകൾ ഇൽമു പഠിക്കാൻ വേണ്ടി അവരുടെ അടുത്ത് കൂടുന്നു എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പുരാതനമായ പള്ളിയാട്ടോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ പേരിലുള്ള പള്ളിയാണെങ്കിലും 800-ലധികം വർഷങ്ങൾ പഴക്കമുള്ള പള്ളിയാണ്. അതിൻ്റെ എല്ലാതും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അത്രയും വലിയ ആലിമായത് എന്നാണ്. അതുപോലെ തന്നെ ചെറിയ കുട്ടിയായിരുന്നെങ്കിൽ പോലും അവരുടെ ഇൽമും അവരുടെ ഫിഖഹിലും ഖുർആനിലൊക്കെ ഉള്ള ഇൽമു കാരണം പലപ്പോഴും ഉന്നതരായിട്ടുള്ള സഹാബത്ത്, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവരൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. അതിൻ്റെ ഒരു ഇത് എന്നുള്ളവർക്ക് ബുഖാരിക്ക് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, ഉമർ റളിയല്ലാഹു പലപ്പോഴും എന്ത് ചെയ്യുമായിരുന്നു, ഉന്നതരായിട്ടുള്ള ബദരീങ്ങളും അതായത് ഉന്നതരായിട്ടുള്ള സഹാബത്തൊക്കെ ഇരിക്കുന്ന മജ്ലിസിലേക്ക്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചർച്ചയും മറ്റൊക്കെ ചെയ്യുന്ന മജ്ലിസിലേക്ക് എന്നെയും കൂടി എന്ത് ചെയ്യുമായിരുന്നു, കയറ്റുമായിരുന്നു, അവരെ കൂടെ ഇരിക്കാൻ ക്ഷണിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഇരുത്തുമായിരുന്നു എന്ന് പറയും. അവൻ പലപ്പോഴും ഇത് ഉന്നതമായിട്ടുള്ള സഹാബത്തൊക്കെ നോക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി അവരെ കൂട്ടത്ത് ഉമർ റളിയല്ലാഹു വിളിച്ചിരുത്തുന്നു. അപ്പോൾ അവരിങ്ങനെ ചോദിച്ചു, ഇത്രയും ചെറിയ കുട്ടി, നമ്മളെ വീട്ടിലൊക്കെ നമുക്ക് ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഓലൊന്നും വിളിക്കാതെ എന്തിനാ ഈ ഒരു കുട്ടീനെ മാത്രമേ നമ്മളെ കൂട്ടത്തിൽ ഇരിക്കണമെന്ന് അവർക്ക് അങ്ങനെ തോന്നുമായിരുന്നു, അല്ലെങ്കിൽ അവർ പറയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു ഒരിക്കൽ ഇതേപോലെ ഇങ്ങനെ ഇതാക്കിയപ്പോൾ അവർക്ക് ഈ കുട്ടീൻ്റെ ഒരു വലുപ്പം, അല്ലെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ഇൽമൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കൽ ഉമർ റളിയല്ലാഹു എന്ത് ചെയ്തു, സഹാബത്തിനോട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചോദിച്ചു, മാ തഖൂലൂന ഫീ ഖൗലി ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു ഇന്നഹു കാന തവ്വാബ എന്നുള്ള സൂറത്ത് ഓതിയിട്ട് ചോദിച്ചു, ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളൊക്കെ ഒരു അഭിപ്രായം? ഈ സൂറത്ത് എന്തിനിറങ്ങിയതാണ്? എന്താണ് ഈ സൂറത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങളൊക്കെ അഭിപ്രായം ചോദിക്കും. അപ്പോൾ പല സഹാബത്തും പറഞ്ഞു, അതായത് ഇദാ ജാ നസ്റുല്ലാഹി, അള്ളാഹുവിൻ്റെ സഹായം വന്നു കഴിഞ്ഞാൽ, വൽ ഫത്ഹ്, വിജയം വന്നു കഴിഞ്ഞാൽ, പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക അള്ളാഹുവിനെ കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്യുകയും തസ്ബീഹ് ചൊല്ലുകയും ചെയ്തിട്ട് അവനിലേക്ക് എന്ത് ചെയ്യണം, തൗബ ചെയ്ത് മടങ്ങണം എന്നാണ് സൂറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു അവർ പറഞ്ഞത്. ചില സഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് അത്ര വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് വിളിച്ചിട്ട് ചോദിച്ചു, അക്കദാലിക തഖൂലു ഇബ്നു അബ്ബാസ്, അതായത് എന്താണ് ഈ സൂറത്തിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, അല്ലെങ്കിൽ ഇവർ ഈ പറഞ്ഞത് മാതിരിയാണോ ഈ സൂറത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ല, അവർ അങ്ങനെയല്ല, ആ സൂറത്ത് കൊണ്ട് അതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫമദാ തഖൂലു, അതായത് എന്താണ് ആ സൂറത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത്? അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഹാദ അജലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലമഹു ലഹു, അതായത് ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ ഒരു തിരിച്ചുപോക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂലിനെ അറിയിച്ചു കൊടുത്തതാണ്. അതായത് ഈ ആയത്ത് ഇറങ്ങിയതോടുകൂടി ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ റസൂലിനെ തിരിച്ചു പോകാനായിട്ടുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചൊരു സൂറത്താണ് ഇത്, ഇതാണ് എനിക്കറിയാവുന്നത് എന്ന് പറയുകയും, അപ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അലമു മിൻഹാ ഇല്ലാ മാ തഖൂൽ, നീ ആ പറയുന്നത് തന്നെയാണ് എനിക്കും അതിനെക്കുറിച്ച് അറിയാവുന്നത്. അതായത് ഈ ഒരു ഈ സൂറത്ത് ഇറങ്ങിയത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരിച്ചുപോക്കിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂലിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് എനിക്കും അറിയുന്നത് എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ്. അതുപോലെ തന്നെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജനനം കൊണ്ട് മക്കക്കാരനാണ്, വളർന്നത് കൊണ്ട് മദീനക്കാരനാണെങ്കിലും തൻ്റെ അവസാന സമയത്ത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത് ഈ ത്വായിഫിലാണ്. അതിനെക്കുറിച്ച് അവർ പറയുന്ന സംഭവമുണ്ട്. കാരണം പല സഹാബത്തും ചോദിച്ചു, അങ്ങെന്തിനാണ് ഉന്നതമായിട്ടുള്ള മക്കയും മദീനയും അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായിട്ട്, നമുക്കറിയാവുന്നതുപോലെ മക്കയിൽ ഒരു നിസ്കാരത്തിന് 1,00,000 പ്രതിഫലം, മദീനയിലെ നിസ്കാരത്തിന് 1000 പ്രതിഫലം, ഇതൊക്കെ വിട്ടിട്ട് അങ്ങെന്തിനാണ് ഈ തായിഫിൽ വന്ന് താമസിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞത്രേ, മാലി വലി ബലദ് തുദാഇഫു ഫീ സയ്യാത്ത് കമാ തുദാഇഫു ഫീൽ ഹസനാത്ത്, അതായത് ആ ഒരു നാട്, അല്ലെങ്കിൽ മക്കയെക്കുറിച്ച് മദീനയെ അവിടെ ആ ഒരു നാട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന പോലെയല്ല, അതൊരു ഹറമാണ്, 2 ഹറമുകളാണ്. അവിടെ കൂലിയുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം, പക്ഷേ എനിക്കൊന്നും കൂടി അറിയാം, അവിടെ വെച്ച് ചെയ്യുന്ന തെറ്റുകൾക്കും അതേപോലെ വണ്ണമായ തെറ്റായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നത്. അതായത് അവിടെ കൂലിയുള്ളതുപോലെ തന്നെ അവിടെ ചെയ്യുന്ന തെറ്റുകൾക്കും അതുപോലെ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ഭയന്നിട്ടാണ്, പേടിച്ചിട്ടാണ് ഞാൻ ഈ തായിഫിൽ താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞതായിട്ട് കാണാം. ഞാൻ പലപ്പോഴും എൻ്റെ കൂടെ ഉംറയ്ക്ക് വരുന്നവരോട് ഞാൻ പ്രത്യേകം പറയാറുണ്ട്, ക്ലാസ്സിലൊക്കെ പ്രത്യേകം ഈ ഒരു സംഭവം പറഞ്ഞു കൊടുക്കാറുണ്ട്. അതായത് മക്കയിലേക്ക് മദീനയിൽ പോകുന്നതൊക്കെ ഭയങ്കര രസമാണ്, അവിടെ കൂടുതൽ കൂലിയിട്ടു എന്നൊക്കെ വിചാരിച്ചായിരിക്കും. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ വെച്ച് ചെയ്യുന്ന തെറ്റുകൾക്കും അള്ളാഹുവിൻ്റെ അടുത്ത് അതുപോലെ തന്നെയാണ് സ്ഥാനം. അതായത് വലിയ സംഭവമായിട്ട്, വലിയ തെറ്റായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കരുതുക എന്നൊക്കെയാണ് പണ്ഡിതരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കൽ എന്നൊക്കെ ഈ ഒരു സംഭവം വിവരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്.
ഏതായാലും തായിഫിൽ വഫാത്തായിട്ടുള്ള ഏറ്റവും ഉന്നതനായ സഹാബിയാണ് മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു. പലപ്പോഴും നമ്മൾ ഉംറക്ക് പോകുന്ന സമയത്ത് അവരെ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തായിഫിലേക്ക് പോകാറുണ്ട്. ആ ഒരു സിയാറത്തൊക്കെ ചെയ്യുന്ന പള്ളിയും വലിയൊരു പള്ളിയുണ്ട്, അവിടെയാണ് നമ്മൾ പോകാറില്ല. ഈ ഒരു പള്ളിയിലേക്ക് അധികം വരാറില്ല, ഇതൊരു ഉള്ളേരിയയിലാണ്. അപ്പോൾ ഈ പറയപ്പെടുന്നത് ഇവിടെ ആയിരുന്നു അവർ തുടക്കകാലത്ത് ഉണ്ടായിരുന്നതെന്നും പിന്നീട് അങ്ങോട്ട് മാറിയതാണ് എന്നുമാണ് പണ്ഡിതർ പറയാറുള്ളത്. അതുപോലെ തന്നെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നതാണ്. കാരണം അവർ ലാസ്റ്റ് സമയപ്പോൾ അവരിൽ നിന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ആളുകൾ വരികയും അവരുടെ വീട്ടിലേക്കുള്ള വഴിയും വീടും മുറ്റവും ഒക്കെ ആളുകൾ കൊണ്ട് നിറയുമായിരുന്നതാണ്. അപ്പോൾ അവരുടെ ഒരു ശിഷ്യ ഒരിക്കൽ പറയാണ്, ഞാനിങ്ങനെ അങ്ങനെ കണ്ടപ്പം ആ ഒരു പുറത്തും ആൾക്കാരും വഴിയിലൊക്കെ ആൾക്കാർ തിങ്ങി നിറഞ്ഞു കണ്ടപ്പോൾ ഞാൻ അവരെ പോയി ഇങ്ങനെ ആൾക്കാർ ഫുള്ള് പുറത്ത് ഇങ്ങനെ ഇതായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, എന്നോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു, ഒതു കൊടുക്കാനുള്ള. എന്നിട്ട് അവർ വെള്ളം എടുത്തിട്ട് ഒതു എടുത്ത് എന്നിട്ട് എന്നോട് പറഞ്ഞു പുറത്ത് പോയിട്ട് എന്ത് ചെയ്യുക, അവരോട് മൻഖാന യുരീദു അൻ യസ്അല അനിൽ ഖുർആൻ വ ഹുറൂഫഹു, ആർക്കെങ്കിലും ഖുർആനെ കുറിച്ചും അതിൻ്റെ ഹുറൂഫുകളെക്കുറിച്ചും അതിൻ്റെ ഖിറാഅത്ത് ഓതുന്ന ശൈലികളെക്കുറിച്ചും മറ്റൊക്കെയാണ് പഠിക്കേണ്ടത്, ആരാണോ വന്നിട്ടുള്ളത് അവർ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് ആളുകൾ എന്ത് ചെയ്തു, വീട്ടിലേക്ക് കയറി. എന്നിട്ട് ആ വീടും അവിടുത്തെ റൂമുകളൊക്കെ നിറഞ്ഞു ആൾക്കാരെ കൊണ്ട് ഇതാണ്. എന്നിട്ട് എന്ത് ചെയ്തു, അവർക്ക് ആ ഒരു എൽമൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇഖ്വാനുക്കും ഇനി നിങ്ങളെ സഹോദരന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കാണ്ട് അപ്പോൾ നിങ്ങൾ പോയിക്കോളി എന്ന് പറയുകയും അങ്ങനെ അവർ പുറത്തു പോയി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ മൻഖാന യുരീദു അൻ യസ്അല അൻ തഫ്സീർ അൽ ഖുർആൻ ഔ തഅ്വീലും, ഇനി ആർക്കെങ്കിലും ഖുർആൻ്റെ തഫ്സീറിനെ കുറിച്ചും അത് ഇറങ്ങിയ കാരണം കൊണ്ടും അതിൻ്റെ തഅ്വീലുകളൊക്കെ ചോദിക്കണമെന്നുണ്ട് അവരോട് വരാൻ പറയും. അങ്ങനെ വീണ്ടും ഒരു ജനക്കൂട്ടം വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി അവരുടെ വീടും റൂമുകളൊക്കെ നിറഞ്ഞു എന്നാണ്. എന്നിട്ട് അവർക്കും ഈ തഫ്സീറുകളും മറ്റൊക്കെ പഠിപ്പിച്ചു കൊടുത്തു, അവരുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുത്തു. എന്നിട്ട് അവരോടൊന്നും പോകാൻ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി എന്ത് മൻഖാന യുരീദു, ഞാൻ ആർക്കെങ്കിലും അതായത് അൽ ഹലാൽ ഹറാം ഫിഖ് വിഷയങ്ങൾ ചോദിക്കാനുള്ള അവരോട് വരാൻ പറയുന്നു. അങ്ങനെ എന്ത് ചെയ്തു, പിന്നീട് അടുത്ത ആളുകൾ ഇറങ്ങി അങ്ങനത്തെ ആ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഓരോന്നും പിന്നെ ആർക്ക് യുദ്ധത്തെക്കുറിച്ചും സീറകളെക്കുറിച്ചും പഠിക്കേണ്ടവർ, അങ്ങനെ എല്ലാ ഇൽമുകളും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നാണ് ആ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാവരും കൂടി വീട്ടിലേക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് ഏതൊക്കെ ഇൽമു വേണ്ടി അവരെ ഓരോ ഘട്ടമായിട്ട് വിളിച്ചിട്ട് വീട്ടിലേക്ക് ക്ഷണിക്കുകയും അത് പറഞ്ഞു കൊടുക്കുകയും അവരെ പറഞ്ഞു വിടുകയും ചെയ്യുമായിരുന്നു. അത്രയും ഉന്നതനായിട്ടുള്ള ഒരു സഹാബിയായിരുന്നു അല്ലെങ്കിൽ ആലിമായിരുന്നു മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അവരുടെ തുടക്കകാലത്ത് ഇവിടെയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ അവരോട് എന്തെങ്കിലും ഒരു മസലയോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഖുർആനിലുള്ളതാണ്, ഈ ഖുർആൻ കൊണ്ട് മാത്രമായിരുന്നു അവർ മറുപടി പറയാറുന്നത്. ഇനി ഖുർആനിലില്ലാത്തൊരു വിഷയമാണെങ്കിൽ സുന്നത്ത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അക്വാൽ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി എങ്ങനെ പറഞ്ഞത് എന്ന് അത് വെച്ചിട്ടായിരുന്നു അവർ പറയുമായിരുന്നത്. ഇനി അതിലും ഇല്ലെങ്കിൽ അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചായിരുന്നു മറുപടി കൊടുത്തിരുന്നത്. ഇനി ഇല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്, അങ്ങനെ അതായത് അങ്ങനെ തന്നെ ആയിരുന്നു അവരെന്ത് ചെയ്തിരുന്നത്, തൻ്റെ ഇൽമിനെ പഠിപ്പിച്ചു കൊടുക്കുകയും മറ്റും ചെയ്തിരുന്നതാണ്. ഏതായാലും ഇപ്പം നിസ്കാരവും മറ്റൊന്നും ഇല്ല ഈ ഒരു പള്ളിയിൽ. നിലവിൽ നല്ല ഒരു പഴയ ഒരു പള്ളിയുടെ എല്ലാതും ഉണ്ട്, മെഹ്റാബും അതേപോലെ മേൽഭാഗമൊക്കെ എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള നിർമ്മാണമാണ്. ഒരു പുരാതനമായ പള്ളിയാണ്, സ്ഥിര നിസ്കാരം മറ്റും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഒരു പള്ളി നിൽക്കുന്ന മലയിൽ നിന്ന് നോക്കിയാൽ ഏകദേശം തായിഫിൻ്റെ പല ഭാഗങ്ങളും കാണാം. അപ്പോൾ ഇതൊരു കുറച്ച് ഉയർന്ന ഒരു മലയുടെ ഏകദേശം താഴ്വരയിലായിട്ടാണ് ഈ ഒരു പള്ളിയുള്ളത്. മസ്ജിദ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അൽ ഖദീം, പഴയ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പള്ളി എന്നാണ് ഇത് അറിയപ്പെടൽ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളെ മക്കൾക്കും നമ്മളെ കുടുംബക്കാർക്കും നമ്മളെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഇൽമിനെയും ഹിക്മത്തിനെയും തരട്ടെ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.